നോക്കട്ടാ, ഇത് നമ്മുടെ സുധാറിന്റെ കടയിൽ കൊടുക്കണം. അവന്റെ ചായയുടെയും വടയൊക്കെ മേടിച്ചെന്റെ പറ്റെത്ര വെച്ചാൽ അത് തീർക്കണം. ഇത് നമ്മളെ ബാനറും ചോരൊക്കെ എഴുതിയില്ലേ, ഹരി ഉണ്ടല്ലോ, അവനും കൂടെ. അവനൊക്കെ ശല്യം, പൈസ എന്ന് പറഞ്ഞ് ഭയങ്കര ശല്യം. കൊടുത്തങ്ങ് തീർക്ക്, കടങ്ങൾ തീർക്ക്. അല്ല എന്താണ് നേതാവേ, കനകന് മരണരീതി കൊണ്ട് വെച്ച ആരായിരിക്കും? ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ എന്തൊരു മണ്ടനാണെന്നേ. അതിപ്പോഴാണോ മനസ്സിലാവണേ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഈ റീത്ത് സംഭവം ഉണ്ടല്ലോ, നേരത്തെ എൻ്റെ മനസ്സിൽ ഉദിച്ചിരുന്നെങ്കിൽ കനകൻ്റെ വീട്ടിൽ ഒരു റീത്തും കൊണ്ടുവച്ചിട്ട് കുറേ കാശടിച്ച് മാറ്റാമായിരുന്നു. ആ, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. നേതാവേ, എനിക്കൊരു റീത്ത് കൂടി വേണം. സമയമാകുമ്പോൾ ഞങ്ങൾ കൊണ്ട് വെച്ചോളാം. അതല്ല നേതാവേ, പിന്നെ എന്റെ അമ്മായിപ്പിന്റെ വീട്ടിന്റെ മുമ്പ് കൊണ്ടുവയ്ക്കാൻ. എന്തിന്? സ്ത്രീ നിർത്തുകയിൽ ബാക്കി ഇനി തരാറുണ്ട്. ഓ, അതെ, നമുക്ക് അടുത്ത നമ്മുടെ പാർട്ടിയിലെ അനുഭവികൾ ആരെങ്കിലും മരിക്കുമ്പോൾ റീത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറേ റീത്ത് തരാം. 1, 2, 3 നീ കൊണ്ട് വെച്ചോ. ബാബുട്ടാ, നമ്മുടെ മറ്റേ കൊടിമരം നശിപ്പിച്ച ടീമുകൾ പിന്നെ വല്ലതും പറഞ്ഞു വന്നിരുന്നോ? ഇല്ല, അവരെ നമ്മൾ 2 ദിവസം മുന്നേ കൈകാര്യം ചെയ്ത് വിട്ടതല്ലേ. ഇനി അങ്ങോട്ട് വന്ന കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവന്മാര് വരത്തില്ല. അത് മതി, അവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി സംഭവം. നാണാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ഇന്ന് മീത് എന്തായടാ? എന്ത് ഈ അവരായിട്ട് എല്ലാം ഓക്കെ. പിള്ളേർ വന്നു. പഴയ പിള്ളേരല്ല, നല്ല മിടുക്കര് പിള്ളേരാ. അവരെ പോയി കണ്ടോ? എല്ലാം കണ്ടു. അവരെ നമ്മളെല്ലാം അക്കോമഡേറ്റ് ചെയ്തു. പക്ഷേ ചെറിയ പ്രശ്നമുണ്ട്. പൈസ പഴയ പോലല്ല, കുറച്ച് പൈസയോടെ ചിലവാകും. എന്തായാലും പറ്റിയില്ല. ഇനിയിപ്പോ കുറച്ച് പൈസ പോയാലും വേണ്ടില്ല, സംഭവം സോൾവ് ആയാൽ മതിയാ. സോൾവ് ആക്കുന്ന കാര്യം ഞാനായിട്ട് അമ്മയുടെ അടുത്ത് കുറച്ച് പൈസയോടെ കരുതി വെച്ചോളാൻ പറഞ്ഞേ. ഇന്നലെ ഇവിടെ റീത്ത് വെച്ചതിൽ ക്ഷമിക്കണം, വീട് മാറിപ്പോയി. കനക വന്നേ, പൂച്ചണ്ട്. ഇത് കണ്ട നീ? ഇന്നലെ ഇവിടെ റീത്ത് വെച്ചത് ക്ഷമിക്കണം, വീട് മാറിയതാണ് അവർക്ക്. പേടിച്ചു. ഇന്നലെ വെച്ചതിന് മാപ്പ് പറഞ്ഞിരിക്കുന്നവര്. ഇന്നലെ ഇവിടെ റീത്ത് വെച്ചതിൽ ക്ഷമിക്കണം, വീട് സമ്മതിക്കണട്ടാ. ഇതാ ഞാൻ പറഞ്ഞു, നീ രാഷ്ട്രീയത്തിലെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, പരിചയസമ്പന്നനായ അവൻ കൂടണ്ട്. എന്താണ് വിളിച്ചു പോണത്? പൂച്ചണ്ട്. ഇന്നലെ റീത്ത് വെച്ചതിൽ ക്ഷമ ചോദിച്ചോണ്ട് ഒരു പൂച്ചണ്ട് വെച്ചിരിക്കുന്നു. അമ്മേ, ശ്രീപത്മനാഭനല്ല അമ്മേ, സാക്ഷാൽ ക്ലീറ്റസ് രക്ഷിച്ചെന്ന് അങ്ങോട്ട് പറയുക. ഞാനിത് പ്രതീക്ഷിച്ചു. ഇന്ന് രാവിലെ ഇത് ഞാൻ പ്രതീക്ഷിച്ചോണ്ടാ ഇന്നലെ കിടന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വിളിച്ച് കാല് പിടിച്ച് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്തിനാ, നമ്മളെ പോലുള്ള ചെറുപ്പക്കാരല്ലേ, അത് വേണ്ട. നമുക്ക് മാപ്പ് പറയാം. സമ്മതിച്ചല്ലേ? ഏയ്, ഇവന്റെ പേടി ഇന്നലെ കാണണമായിരുന്നു. അയ്യോ, എന്റെ ഇങ്ങനെയൊക്കെ പേടിക്കാമോ? ഇതൊക്കെ നമുക്ക് വേണ്ട ചെറിയൊരു ഉറും പേടി, അത്രേ ഉള്ളു. ഇതൊക്കെ രാഷ്ട്രീയം എത്രയേ കണ്ടേക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവൻ രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണെന്ന്. അളിയ രാഷ്ട്രീയം ഒരുപാട് പഠിക്കാറുണ്ട് കേട്ടോ. അയ്യോ, ക്ലീറ്റസ്, നിന്റെ സമയം അടുത്തിരിക്കുന്നു. എന്ത് കളി? അല്ലടാ, ഇന്നലെ ഇവിടെ വെച്ച റീത്ത് ക്ലീറ്റസിനുള്ളതായിരുന്നു അല്ലേ? അപ്പൊ കുറിവീണ അളിയനായിരുന്നു.